നമസ്കാരം. കഴിഞ്ഞ ദിവസം സർവേ ഫലങ്ങൾ പ്രകാരം കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മുഖ്യന്റെ കുപ്പായം പാകമാകുന്നത് തനിക്കാണെന്ന പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തിയിരുന്നു. പറയുന്നതിൽ തെറ്റൊന്നും കാണാനില്ല. കാരണം ജീർണിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നിലവിലെ അവസ്ഥ നോക്കിയാൽ കുറച്ചെങ്കിലും ബോധമുള്ളത് തരൂരിനാണെന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. രാജ്യത്തിന്റെയോ നാടിന്റെയോ പുരോഗതിയൊന്നുമല്ല അധികാര കസേര. അതിന് പാർട്ടി നൽകുന്ന വിവിധ സ്ഥാനങ്ങളുടെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ് ലഭിക്കുന്നതായിക്കൊള്ളട്ടെ, അതിനുവേണ്ടി മാത്രമാണ് കോൺഗ്രസ് നേതാക്കളുടെ കട്ടിപിടി. അതിനുവേണ്ടി ആരെയും മുൻപിൻ നോക്കാതെ വിമർശിക്കും. വിമർശനം മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന കോൺഗ്രസുകാർക്കിടയിൽ വ്യത്യസ്തനായൊരു ശശി തരൂരിനെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ശശി തരൂരിന് ഉള്ളത് വലിയ ഡിമാൻഡാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കുമിടയിലെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ കടക്ക് പുറത്തെന്ന് പറയുന്നത് കേൾക്കാൻ തരൂർ കാത്തു നിൽക്കുകയുമില്ല. പുറത്തേക്ക് കടന്നാൽ ആ നിമിഷം കൊത്തിക്കൊണ്ടു പോകാൻ തയ്യാറായി പട്ടും വളയുമായിട്ട് കോൺഗ്രസിന്റെ പടിക്ക് പുറത്ത് ആളുമുണ്ട്. കുറച്ചുനാളായി BJP പ്രസ്ഥാനത്തിന്റെ നടപടികളൊക്കെ ന്യായമായ വിലയിരുത്തൽ നടത്തിയ അഭിപ്രായം തുറന്നു പറയാൻ തരൂർ മടിക്കാറില്ല. തരൂരിന്റെ നട്ടല്ല നിവർത്തിയുള്ള പ്രസ്താവനകൾ കോൺഗ്രസുകാർക്കിടയിൽ വലിയ അവമതിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനു പിന്നാലെ ഇപ്പോൾ കോൺഗ്രസുകാർ എക്കാലവും വച്ച് പൂജിച്ചുകൊണ്ട് നടന്ന ഗാന്ധി കുടുംബത്തിനെതിരെ ശക്തമായ ശബ്ദമുയർത്തിയിരിക്കുകയാണ് തരൂർ. ഓപ്പറേഷൻ സിന്ദൂരിൽ മോദി നടപടി നിർത്തലാക്കിയതും ഇടപെട്ട രീതിയുമൊക്കെ ശരിയായില്ല എന്നും പറഞ്ഞ് കോൺഗ്രസ് ഉയർത്തിക്കാണിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ സൈനിക നടപടിയായിരുന്നു. കാലം മാറിയ കാലത്തിലേക്ക് കോൺഗ്രസ് ഉണർന്നിട്ടില്ല എന്ന് അന്നും തുറന്നു പറഞ്ഞ തരൂറാണിപ്പോൾ പുതിയ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ലോക്സഭാ MPയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുകയാണ്. നീണ്ട 21 മാസം എല്ലാ മൗലികാവകാശങ്ങളും റദ്ദാക്കപ്പെട്ടെന്നും ഇന്ത്യയുടെ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങളെല്ലാം ഇല്ലാതാക്കപ്പെട്ടുവെന്നും തരൂർ കുറ്റപ്പെടുത്തി. അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ എന്നും നമ്മൾ ഇന്ന് കൂടുതൽ ശക്തമായ ജനാധിപത്യമുള്ള അഭിവൃദ്ധിയുണ്ടായ രാജ്യമായി മാറിയെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതിയ കുറിപ്പിലായിരുന്നു തരൂരിന്റെ വിമർശനം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളടക്കം നിശബ്ദത പാലിക്കുമ്പോഴാണ് പാർട്ടിയെ വെട്ടിലാക്കിയേക്കാവുന്ന നിലപാടുമായി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. കുറിപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ പേരെടുത്തു പറഞ്ഞാണ് തരൂർ അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നത്. കർശനവും ക്രൂരവുമായ ഇത്തരം രീതി അത്യാവശ്യമാണ് എന്ന് ഇന്ദിര കരുതി. ചടുലവും ജനാധിപത്യപരവുമായിരുന്ന ഇന്ത്യയുടെ പൊതുസമൂഹം പൊടുന്നനെ നിശബ്ദമായി. നിയമ സംവിധാനം സമ്മർദ്ദത്തിന് കീഴ്പ്പെടുകയും മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവർ തടവിലാക്കപ്പെടുകയും ചെയ്തു. സഞ്ജയ് ഗാന്ധിയെയും തരൂർ വിമർശിക്കുന്നുണ്ട്. സഞ്ജയ് ഗാന്ധി ജനങ്ങളെ നിർബന്ധിത വന്ധ്യകരണം നടത്തി. കൂടാതെ വീടുകളും മറ്റും തകർത്ത് ആയിരക്കണക്കിന് മനുഷ്യരെ പെരുവഴിയിലാക്കിയെന്നും തരൂർ പറയുന്നു. അടിയന്തരാവസ്ഥ ജനങ്ങളോട് ഒരു ഭരണകൂടം എങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയെന്ന് കാണിച്ചു തരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു. തുടർന്ന് ഇന്നത്തെ ഇന്ത്യ അഭിവൃദ്ധിപ്പെട്ടുവെന്നും നമ്മൾ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെട്ടുവെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. തരൂരിന്റെ ഈ അഭിപ്രായം കോൺഗ്രസുകാരുടെ ചെകിടത്തേറ്റ അടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ഒരു അഭിപ്രായ പ്രകടനം തരൂർ ബോധപൂർവം നടത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാകുന്ന പക്ഷം പാർട്ടി ഉപേക്ഷിച്ചു പോകാൻ മടിയില്ല എന്ന് തരൂർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആ കാര്യത്തിലേക്കുള്ള നീക്കമാണോ നടത്തുന്നതെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ പടിയിറങ്ങാൻ തയ്യാറായി തരൂർ ഭാണ്ഡം മുറുക്കിക്കഴിഞ്ഞു എന്ന് ഇതോടെ ഉറപ്പായി. പല ഭാഗത്തു നിന്നും മുറുമുറുപ്പ് തരൂരിന്റെ അഭിപ്രായ പ്രകടനത്തിനെതിരെ ഉയർന്നു തുടങ്ങിയ സ്ഥിതിക്ക് ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ BJP എന്നതിൽ ഉറച്ചു തന്നെയാണ് തരൂർ.